ഹൈദരാബാദി സ്റ്റൈല് നല്ല റിച്ച് ആയിട്ടുള്ള ബ്രൗൺ ആണിയൻ അതല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ള മട്ടൺ കറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഗോൾഡയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം കുറച്ച് ബ്രൗൺഡ് മട്ടൺ കറി, അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ റെഡി. എന്തിനാണ് ഗോൾഡയുടെ റിക്വസ്റ്റ്? നിന്റെ റിക്വസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ ഭൂരിഭാഗവും ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യേ. ഓഫ് ചെയ്തിട്ട് ഓൺ. അപ്പൊ ഇന്ന് ഈസി സെഗ്മെന്റ് ആണ്. ഇന്ന് പ്രിങ്ങു ആണ് നമ്മുടെ ലാമ്പ് മുഴുവൻ കട്ട് ചെയ്ത് ബ്രൗൺ ചെയ്ത് റെഡി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇന്ത്യൻ കുക്കിങ്ങിൽ ശരിക്കും ആവശ്യമില്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്യാം. ബിക്കോസ് ദിസ് ബ്രൗണിങ് എൻഹാൻസസ് ദ ഫ്ലേവർ എന്ന് മാത്രമല്ല, നമ്മുടെ കറി ഗോൾഡേക്ക് ബ്രൗൺ കളറിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രൗൺ കളറിൽ ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 1.5 കിലോ ബോൺ അടക്കമുള്ള ലാമ്പാണ് കേട്ടോ അന്ന് മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഹിയർ, ഇറ്റ് ഈസ് റെഡി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. മസാലയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ കുറച്ച് ഫ്രഷ് ഇഞ്ചി ഉണ്ട്, ഗാർലിക് ഉണ്ട്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടില്ല അണിയന്റെ പോലെ. ഫ്രഷ് ഗ്രീൻ ചില്ലി, പിന്നെ ഒരു ഉണക്കമുളക് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലി, അതുപോലെ തന്നെ കരയാമ്പൂ, ഗരം മസാല ഇല്ലേ, ഗരം മസാല ഒന്ന് പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ ഐ ആം ഗോണ ബ്ലെൻഡ് ഇറ്റ് വിത്ത് ലിറ്റിൽ ബിറ്റ് തൈര്. ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്തുട്ടാണ്? മല്ലി നമ്മൾ കുറവല്ലേ ഇട്ടിട്ടുള്ളൂ. ഈ ഹൈദരാബാദി ഫുഡിലൊക്കെ നല്ല മല്ലിയിലയുടെ ഫ്രഷ് മണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മല്ലിയുടെ റൂട്ടും കൂടി ഇട്ടിട്ടാണ് അരച്ച് പേസ്റ്റ് ആക്കണം ഞാൻ. there we go. നമ്മുടെ ബേസ് ഗ്രേവി അല്ലെങ്കിൽ മസാല റെഡി. അതിൻ്റെ ഒരു കളർ കണ്ട, നമ്മുടെ വറുത്തരച്ചൊരു പേസ്റ്റിൻ്റെയൊക്കെ ഒരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇനി ഇതേ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേസ്റ്റും കൂടെ വേണം. ഇനി ഈസിയാണ് നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട്. ഇതേ കുക്കറിൽ ലാമ്പ് ഇടുക. ഇനി നമ്മുടെ മസാല, ഒരു ലേശം മഞ്ഞപ്പൊടി, തരി ചിക്കൻ സ്റ്റോക്ക് കിട്ടുക, അല്ലെങ്കിൽ വെള്ളം, ഫൈനലി കുറച്ച് ഉപ്പ്. ഇനി കവർ ആൻഡ് കുക്ക്. ഒരു വിസില്, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് തീ കുറച്ച് വേവിക്കുക. കറി ഇതിരിക്കിടാനാ നമ്മുടെ ഹൈദരാബാദി മട്ടൺ കുക്കറിൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചത് അല്ലെങ്കിൽ ബദാം പരിപ്പ് അരച്ചിട്ടുള്ള കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഗോ ഈസി. ഭയങ്കര റിച്ച്നെസ് വേണ്ട വെച്ചെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ബ്ലോട്ടിങ് ഇഷ്യൂ ഉണ്ടെങ്കിലും കുറച്ച് ചേർത്താൽ മതി. നമുക്ക് കുറച്ചും കൂടി ഇതിനെ ഒന്ന് റണ്ണിയാക്കാനുണ്ട്. സോ ഐ എം ആഡിങ് സം മോർ ചിക്കൻ സ്റ്റോക്ക്. ഇനി നമ്മൾ ഒരു ലേശം സാഫ്രൺ ട്ടാ. ദിസ് ഈസ് നോട്ട് നെസസറി. ചെറിയ ഒരു റിച്ച്നെസ്, ഓക്കെ, ഒരു കിങ് സ്റ്റൈൽ ഫീൽ കിട്ടാനായിട്ട് ഒരു ലേശം സാഫ്രൺ. സാഫ്രൺ ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയതല്ല. പണ്ടത്തെ കാലത്ത് നിന്ന് വൺ ഓഫ് ദ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. റോയൽറ്റി കാണിക്കാൻ റോസ് പെറ്റൽസും സാഫ്രനൊക്കെ. നൗ വി നീഡ് ടു ബോയിൽ. ഇനിതേ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നൈസ് ആൻഡ് ലഫ്ലി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ബട്ടറൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലിറ്റിൽ ബിറ്റ് ഓഫ് കൊറിയാണ്ടർ ലീവ്സ്. ഇനിതേ ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളറ് നമ്മുടെ പാത്രം സ്ഥിരം കാണുന്ന സാധനമാണ്, അതിലേക്ക് ഞാൻ ഇടാൻ പോവാ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി വറുത്തത്, കപ്പിൾ മോ കൊറിയാണ്ടേഴ്സ്. നൈസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ കറി. നൈസ് ആയിട്ടില്ലേ? ഇനി നമുക്ക് ഗോൾഡോടൊക്കെ അഭിപ്രായം ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയുണ്ട്, കറി ഇഷ്ടപ്പെട്ടോന്ന് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ടയും കൂട്ടിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. നമ്മുടെ ചീസ് ആലു പറാത്ത. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. ബ്യൂട്ടിഫുള്ളിയോ. അവസാനല്ലേ നീ എന്നെ ക്ലോസപ്പ് കട്ട് ചെയ്യും. നീ വരാണ്ടുള്ളൊരു സംഗതി സൈഡിൽ നിർത്താവോ? അതെ, അവിടെ നിർത്താവോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഈ റിബ് പീസ് എന്ന് പറയുന്നത്. കയറിന് ഇങ്ങനെ തന്നെ മഞ്ച് ചെയ്തൊക്കെ. ഹായ്, ഇതിൻ്റെ കൂട്ടത്തിൽ കുട്ടിച്ചത്തം വരുന്ന പോലെ ഈ കറി ലീവ്സ് വരികയും ചെയ്തു. കൊറിയാണ്ടർ ലീവ്സ്. ഓ, നല്ല റിച്ച് കറി കേട്ടാ. full of the bone. Can't beat New Zealand lamb. ഇനി നമുക്ക് നമ്മുടെ ആലു പറാത്ത ഉപയോഗിച്ചിട്ട് ഒരെണ്ണം കഴിച്ചു നോക്കാം. ഞാൻ
ഒരു അഭിപ്രായം പറയാനില്ല. ഞാൻ സിംപ്ലി ഐ ആസ്ക് ഗോൾഡ് വാട്ട് ഷീ വാണ്ട്സ് ടു സേ. ഒരുണ്ട് അതല്ലല്ലോ നീ കഴിക്കണ്ടേ, നീ ഒരു പീസും കൂടെ എടുത്തിട്ട് കഴിക്കേ. പീസ് അതിനകത്ത് എടുത്താൽ പോരെ? ആ എടുത്താൽ മതി. ഈ തിന്നാൻ പറയുന്ന സമയത്ത് കരഞ്ഞ മോൻ തീർന്നത് ലോകത്തിലെ ഇവിടം വരെ എത്തിയിട്ട് പിന്നെ കുറച്ച് പണിയുണ്ട്. നീ വീഡിയോ എടുത്തിട്ട് മനുഷ്യന്മാർക്ക് മോനിങ്ങനെ ഇവിടുന്ന് കൊണ്ടിരുന്നു, അപ്പളേക്ക് ഞാൻ എടുക്കണു. കാരണം അത് ഞാൻ എപ്പോഴാണ് ചെയ്യണത് നിന്നോട് ഡിസ്കഷൻ പറയുന്നുണ്ട്. തല വേണ്ട കഴിക്കാണ്ട്. കറി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതും കൊള്ളാം. പക്ഷേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പൊട്ടറ്റോ മോനെ അതിനകത്ത് കുഴച്ചേക്കുവാണോ? ആ അല്ല, പൊട്ടറ്റോ 2 സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. താങ്ക് യു. അങ്ങനെയാണ് മോൻ പറയുക. നീ ബട്ടർ പരത്തിയില്ല. മോൻ പരട്ടണമായിരുന്നു. കുറച്ച് ബട്ടർ. കറിയും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ മട്ടന്റെ മണം നിങ്ങളിത് കാണുക. Nice curry. You try and let me know, Pringu. Thank you, Pingu, for making nice curry. Nice curries. She made yesterday one, today one. അതിന് ഓൾറെഡി ഇന്നലെ പറഞ്ഞു. ആ കീലരി അച്ഛനും മറ്റേ ജോബിനും വെച്ചോട്ടാ. ഏത് പൊറോട്ട? നല്ല കാപ്സ് കുറവാന്ന്. നല്ല പൊറോട്ട. ഓക്കെ, അപ്പോൾ എനിക്കറിയാം മട്ടൺ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. മട്ടൺ ഇല്ല വെച്ചെങ്കിൽ ബീഫ് വെച്ചിട്ട് ട്രൈ ചെയ്യാട്ടാ. ഇനി ഇതൊന്നും ഇല്ല വെച്ചെങ്കിൽ നിങ്ങൾ ഈ ആലു പൊറോട്ട എന്താണെങ്കിലും ട്രൈ ചെയ്തോളൂ. അടിപൊളി സാധനമാണ്. ട്രൈ ഇറ്റ് വിത്ത് ബട്ടർ ഓർ ഗീ. അപ്പോൾ നമ്മൾ സൂപ്പർ വീഡിയോ നമുക്ക് അടുത്തോളം കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ പൂപ്പാ. നീ ആദ്യമേ തന്നെ ഇങ്ങനെ പഞ്ചാമര റെഡിയാവണ്ടേ? ഇഷ്ടപ്പെട്ടില്ലേ പിങ്ങുനെ? ഹൗ കം യൂഷ്വലി നിനക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാവാറുണ്ടല്ലോ. ഞാൻ ഈ ഉള്ളിയുടെ കൂടെ തിന്നോ. അവൾക്ക് അത്ര പൊറോട്ട ഇഷ്ടമല്ല. ഉള്ളിയുടെ കൂടെ പക്ഷെ മൊത്തത്തിൽ നല്ല അടിപൊളി കറി അല്ലേ? പക്ഷെ പൊറോട്ട ഇഷ്ടമല്ല. പക്ഷെ ഒരു അര പൊറോട്ട കഴിഞ്ഞു.